ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കോക്ടെയിൽ 2 എന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ കുനാലിനെയാണ്. അവനൊരു ഷെഫായിരുന്നു. അവന്റെ കാമുകിയും ആർക്കിടെക്റ്റുമായ ദിയയാണ് ഈ മൂവിയിലെ മറ്റൊരു നായിക. ദിയയുടെയും കുനാലിന്റെ ഫാമിലീസ് തമ്മിൽ നല്ല ബോണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ ഇവർക്ക് പരസ്പരം അറിയാവുന്നതാണ്. കോളേജ് കാലഘട്ടം എത്തിയപ്പോഴേക്കും ഇവർ പരസ്പരം പ്രണയിക്കാനും ആരംഭിച്ചു. അങ്ങനെ വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലും അവർ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല. എന്നാൽ ഒരു കപ്പിൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവർ ജീവിക്കുന്നതും. വിവാഹം എന്ന് പറയുന്ന ചടങ്ങ് മാത്രമേ അവരുടെ ലൈഫിൽ നടക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്നാൽ ഇവർ ഒരുമിച്ച് കുടുംബത്തിലെ പല വെഡിങ്ങും അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും ഇവരോട് നിങ്ങൾ എപ്പോഴാ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവർ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഇവരോട് പറയുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിലെ ഐഡിയൽ കപ്പിളായിരുന്ന രണ്ടുപേർ തമ്മിൽ പിണങ്ങിയെന്ന്. ആ പയ്യൻ ആ പെൺകുട്ടിയെ ചീറ്റ് ചെയ്യുകയായിരുന്നു. തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ എന്തോ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുന്നത് വൈഫ് കണ്ടുപിടിച്ചു. അതോടെ അവർക്കിടയിൽ പ്രശ്നങ്ങളായി. എന്നാൽ പരസ്പരം കുറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് അവർ വിവാഹം കഴിച്ചത്. എന്നിട്ട് പോലും ആ പയ്യൻ ആ പെൺകുട്ടിയെ ചീറ്റ് ചെയ്തിരിക്കുന്നു. അത് കേട്ടപ്പോൾ ദിയയ്ക്ക് ശരിക്കും സങ്കടം തോന്നി. എന്നാൽ കുനാല് പറയുന്നുണ്ട് അവൻ എന്ത് മണ്ടനാ, അവൻ അങ്ങനെ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ ചാറ്റ്സ് എല്ലാം വാട്സപ്പിൽ ആരെങ്കിലും കീപ്പ് ചെയ്യുമോ? കുറച്ചുകൂടി പ്രൈവറ്റ് ആയിട്ടല്ലേ അതൊക്കെ ചാറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണ്ടേ? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ദിയ അറിയത്തു പോലും ഇല്ലായിരുന്നു എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ആ രീതിയിൽ കൈകാര്യം ചെയ്താണ് ഞാൻ. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ദിയയ്ക്ക് ശരിക്കും ദേഷ്യവും സങ്കടവും വരുന്നു. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ലായിരുന്നുവെന്നും നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ദിയ ചോദിക്കുന്നു. ഞാൻ വെറുതെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചൊരു ജോക്ക് പറഞ്ഞതാണെന്നും നീ അല്ലാതെ എന്റെ ലൈഫിൽ മറ്റാരും ഇല്ലാന്നും കുനാൽ പറയുന്നു. പക്ഷെ ആ ബ്രേക്കപ്പ് ആയ പെൺകുട്ടിയോട് ദിയ സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിയും പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഐഡിയൽ കപ്പിൾസ് ആയിരുന്നില്ലേ, പെട്ടെന്നൊരു ദിവസം അവൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അത് കേട്ടതോടുകൂടി ദിയയ്ക്ക് പേടിയാകാൻ തുടങ്ങി. കുനാലും അങ്ങനെ എന്തെങ്കിലും അഫയേഴ്സിൽ പോയി പെടുമോ എന്ന്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം കുനാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടേക്കാ പോകുന്നതെന്ന് ദിയ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. സാധാരണ ഇങ്ങനെ പയ്യന്മാര് ഏതൊക്കെ രീതിയിലാണ് അഫയേഴ്സ് നടത്തുന്നതെന്ന് അവൾ ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും തങ്ങൾ വിവാഹം കഴിക്കാത്തത് അവന് തന്റെ കൂടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്ന് അവൾ ചിന്തിക്കാൻ ആരംഭിച്ചു. നമ്മളെന്താ വിവാഹം കഴിക്കാത്തെന്ന് അവൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഓക്കെയാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്, നിനക്ക് നിർബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ വിവാഹം കഴിക്കണമെന്ന്, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. ഇതെന്റെ മാത്രം ഡിസിഷൻ ആയിരുന്നില്ല. വിവാഹം കഴിക്കാതെ തന്നെ നമ്മൾ സേവ് ചെയ്ത കുറെ കാശുണ്ട്, ആ കാശിന് തൽക്കാലം നമുക്ക് പോയി അടിച്ചു പൊളിക്കാമെന്ന് അവൻ പറയുന്നു. താനും അവനെ അനാവശ്യമായിട്ട് തെറ്റിദ്ധരിക്കുകയാണെന്ന് ചിന്തിച്ച് അവർ രണ്ടുപേരും തൽക്കാലം ഒരു ബ്രേക്ക് എടുത്ത് ഇറ്റലിയിലുള്ള സിസിലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോകുന്നു. എന്നാൽ ആ ട്രിപ്പിനിടയിൽ തന്റെ പഴയ ഫ്രണ്ട് അലിയെ ദിയ അവിടെ വെച്ച് കാണുന്നു. അലീഷ എന്നായിരുന്നു അവളുടെ ഫുൾ നെയിം. ഇടയ്ക്ക് ദിയ ഫോറിനിൽ പഠിക്കാൻ പോയ സമയത്തായിരുന്നു അലി അവിടെ വെച്ച് പരിചയപ്പെട്ടത്. എയിൽ നിന്ന് കുനാലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്ന് അലിയും കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള നിങ്ങളുടെ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്യും, ഈ സ്ഥലമൊക്കെ ഞാൻ നിങ്ങളെ നല്ലപോലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അലി ഇവരെ രണ്ടുപേരെയും അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം വന്നു നിൽക്കും. ആ സ്ഥലം എടുക്കുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അതായിരുന്നു അവളുടെ രീതി. അങ്ങനെ അവിടെയുള്ള നല്ല നല്ല പ്ലേസിലേക്കും പബ്ബിലേക്കും ഒക്കെ തന്നെ അലി ദിയയും കുനാലിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളുടെ കൂടെ അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ഡാൻസ് ക്ലാസ്സിലേക്കും ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയും അവരെല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കും ഒരു ദിവസം അലിയാകട്ടെ ദിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് കപ്പിൾ അല്ലേ, പിന്നെന്താ ഇതുവരെയും കല്യാണം കഴിക്കാത്തതെന്ന്. അവള് പറയുന്നുണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളത് ചിലപ്പോ ഞങ്ങളുടെ ഒരു ഹാബിറ്റ് കൊണ്ടാകാം, രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചുള്ളത് ശീലമായി പോയതുകൊണ്ടാകാം ബ്രേക്കപ്പ് ആകാതെ ഇപ്പോഴും നിലനിൽക്കുന്നത്. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്, വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷെ അവൻ അതേ താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. ചിലപ്പോൾ അവന് കമ്മിറ്റ്മെന്റിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തതെന്ന് അലി പറഞ്ഞപ്പോൾ അവനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ന് ദിയയ്ക്ക് തോന്നുന്നു. അവന് ശരിക്കും അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവന്റെ ലൈഫിലേക്ക് മറ്റൊരു പെൺകുട്ടിയും കടന്നു വരാൻ അവൻ അനുവദിക്കില്ല. ഒരുമിച്ചുള്ള ഈ ട്രിപ്പില് നീ മാക്സിമം അവനോട് ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്ന് ദിയ അലിയോട് പറയുന്നു. എന്നാൽ അതൊന്നും ശരിയാവില്ല എന്ന് അലി ആദ്യം പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നിനക്ക് അവനെ സെഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാക്സിമം നീ ശ്രമിച്ചു നോക്ക്, അവന്റെ റിയാക്ഷൻ എന്താണെന്ന് അപ്പോൾ മനസ്സിലാകാമല്ലോ. എനിക്കും എപ്പോൾ ഉറപ്പിക്കാം അവൻ എന്നോടുള്ള പ്രണയം കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്ന്. ഒടുവിൽ ദിയ കുറെ നിർബന്ധിച്ചപ്പോൾ അലിയും സമ്മതിക്കുന്നു. ഞാൻ കുറെ തവണ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ച് അവൻ എന്നെ റിജക്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഫീൽ ആകും. എനിക്ക് പൊതുവെ റിജക്ഷൻസ് അത്രയധികം ഇഷ്ടമല്ല, അതെന്റെ ഈഗോയും ബാധിക്കും. ഇതെല്ലാം സഹിക്കാൻ നീയും തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ ഇതിന് ഓക്കെ പറയാമെന്ന് അലി പറഞ്ഞപ്പോൾ ദിയ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ദിയയും കുനാലും കിടന്ന ബെഡിലേക്ക് അലിയും വന്ന് ദിയയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ദിയയുടെ കാലാണെന്ന് കരുതിയിട്ട് കുനാല് കാലെടുത്ത് വെച്ചത് അലിയുടെ കാലിലായിരുന്നു. അവളുടെ കാലിലായിരുന്നു ടച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കിയതും അവൻ ആകെ ചമ്മിപ്പോയി. അവിടെ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ദിയ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മെയിൽസ് അയക്കാനുണ്ട്, ഞാൻ കുറച്ച് ബിസിയാ, അലിയുടെ കൂടെ നീ പോകാൻ. അങ്ങനെ കുനാലിനെ മനഃപൂർവ്വം അലിയുടെ കൂടെ ദിയ പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നു. അവർ തമ്മിൽ കുറച്ച് ക്ലോസ് ആയി നോക്കട്ടെ എന്ന് കരുതിയിട്ട്. കഴിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അലി അവനോട് ഫ്ലേർട്ട് ചെയ്യാനും സെഡ്യൂസ് ചെയ്യാനും ഒക്കെ
ഒക്കെ ശ്രമിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ട്. അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് അവനും ആകെ വല്ലാതെ ഇരിക്കുമായിരുന്നു. എന്നാൽ ആ സമയം ദീവെന്ന് പറയുന്നുണ്ട്, ആർക്കിടെക്ചേഴ്സിന്റെ ഒരു ടൂർ ഉണ്ട്, ഞാൻ അതിന് പോവുകയാണ്, നിങ്ങൾ അവിടെ വന്നാൽ ബോറടിക്കും, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോയിക്കൊള്ളാൻ. കുനാൽ അതിന് സമ്മതിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നതല്ലേ, പിന്നെന്തിനാ നീ മാത്രമായിട്ട് പോകുന്നെന്ന് ചോദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, ഒരു ദിവസമൊക്കെ ഒറ്റയ്ക്ക് പോയെന്ന് കരുതിയിട്ട് ഒന്നും തകർന്നു പോകില്ല എന്ന് അവൾ പറയുന്നു. അവൾ ഒരുപാട് നിർബന്ധിച്ചത് കാരണം കുനാൽ അലിയുടെ കൂടെ പോയി. വൈനുണ്ടാക്കുന്ന സ്ഥലത്തേക്കായിരുന്നു അവർ പോയത്. ആ സമയത്തെല്ലാം തന്നെ അവന്റെ കൂടെ ക്ലോസ് ആയിട്ട് ഇടപഴകാനും സംസാരിക്കാനും അലി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വൈനും വാങ്ങിക്കൊടുക്കുന്നു. വൈൻ കുറെ കുടിച്ചത് കാരണം അവളുടെ തലയ്ക്ക് പിടിച്ചു. എന്നാൽ അവൻ പറയുന്നുണ്ട്, നിന്നെ എടുത്തുകൊണ്ട് പോകാനുള്ള ആരോഗ്യമൊന്നും എനിക്കിപ്പോ ഇല്ല, അതുകൊണ്ട് അധികം തലയ്ക്ക് പിടിക്കാതെ നോക്കണം, വെള്ളം കുടിക്കാൻ. അവന്റെ കൂടെ ക്ലോസ് ആകാൻ ഓരോ മൊമെന്റ്സും അവൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ അവൻ ഏതെങ്കിലും രീതിയിൽ തടഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അവർ വീണ്ടും ദിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു. ദിയ അലിയോട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളെന്ന്. ഇവർ രണ്ടുപേരും വാഷ്റൂമിൽ പോയായിരുന്നു സംസാരിക്കുന്നത്. അലി പറയുന്നുണ്ട്, അവൻ ഒരു രീതിയിലും അടുക്കുന്നില്ല, ഈ റിജക്ഷൻസ് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള നിനക്ക് അറിയാമല്ലോ, അതുകൊണ്ട് നീ അവനോട് കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കണം. നിന്റെ ഭാഗത്തുനിന്നുള്ള കെയറും സ്നേഹവും ഒക്കെ കൂടുതൽ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നോണ്ടാ അവൻ മറ്റൊരു സൈഡിലേക്ക് തിരിയാത്തത്. നീ ചെറിയ രീതിയിലൊക്കെ അവനെ ഇഗ്നോർ ചെയ്ത് നോക്ക്, അപ്പൊ അവന്റെ തനി സ്വഭാവം ചിലപ്പോൾ പുറത്തു വരും. അങ്ങനെ മനഃപൂർവ്വം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവനുമായിട്ട് വഴക്കിടാൻ ദിയ തീരുമാനിച്ചു. അവർ തിരിച്ചു വന്നപ്പോൾ അവൻ വെറുതെ ഒരു കോമഡി പറയുന്നുണ്ട്, നിങ്ങൾ പെൺകുട്ടികൾക്ക് ഒരേ സമയമാണോ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നതെന്ന്. എന്നാൽ ഇത് കേട്ട ദിയ അവനോട് ദേഷ്യപ്പെടുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ച്. അവൻ വെറുതെ ഒരു ജോക്ക് പറഞ്ഞതായിരുന്നു, പക്ഷെ അവൾ എല്ലാത്തിനും ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് കുനാലിന് മനസ്സിലായില്ല. എന്നാൽ ഇതെല്ലാം സംസാരിച്ചിട്ട് അവൾ ശരിക്കും ആരും കാണാതെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. കാരണം ഇത് ഇവരുടെ പ്ലാൻ ആയിരുന്നല്ലോ. പിറ്റേന്ന് ഇവർക്ക് അവിടെ നിന്നും കുറച്ച് ദൂരെയുള്ള ഒരു സ്പോട്ടിലേക്ക് പോകണം. എന്നാൽ മനഃപൂർവ്വം ദിയ പറയുന്നുണ്ട്, തനിക്ക് മൈഗ്രെയിൻ ആണ്, തീരെ സുഖമില്ല, നിങ്ങൾ എന്ന് പൊയ്ക്കോ, ഒന്നൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ നാളെ രാവിലെ ആകുമ്പോഴേക്ക് അവിടെ എത്താമെന്ന്. എന്നാൽ നിനക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രമായിട്ട് പോകുന്നില്ല, ഞാനും ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് കുനാൽ പറഞ്ഞെങ്കിലും ദിയ അവനെ നിർബന്ധിക്കുന്നു. അവൻ ഒരുപാട് എതിർത്തിട്ടും അലിയുടെ കൂടെ നിർബന്ധിച്ച് അവൾ അവനെ പറഞ്ഞു വിട്ടു. ഇവരൊരു കാറ് റെന്റിനെടുത്താണ് പോകുന്നത്. എന്നാൽ അനാവശ്യമായിട്ട് പണം ചെലവാക്കുന്നത് ദിയക്ക് ഇഷ്ടമല്ലാന്നും അതുകൊണ്ട് കാർ ഇങ്ങനെ എടുത്ത കാര്യമൊന്നും അവളോട് പറയണ്ടെന്ന് കുനാൽ പറയുന്നു. നീ അവളോട് കാര്യങ്ങൾ മറച്ചു വെക്കാറുണ്ടോ എന്ന് അലി ചോദിച്ചതും അവൻ പറയുന്നുണ്ട്, ഇത് അവളെ എന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ, ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, എന്നെക്കാളും നന്നായിട്ട് കാശ് മാനേജ് ചെയ്യുന്നത് അവളാണ്, അവൾ എന്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തിയത് തന്നെ, അല്ലെങ്കിൽ ഞാനെന്നും എന്റെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ജീവിക്കേണ്ടി വന്നേനെ. ഇടയ്ക്ക് അലി പറയുന്നുണ്ടായിരുന്നു താൻ ഇന്ത്യൻ ഡിഷൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ആ യാത്രയിൽ അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അലി പറയുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ദിയയുടെ കയ്യിൽ നിന്ന് നിന്നെ മോഷ്ടിച്ചെടുക്കുമെന്ന്. എന്നാൽ ഇത് കേട്ട് കുനാല് പറയുന്നുണ്ട്, ദിയയുടെ ക്യാരക്ടർ വെച്ചിട്ട് നീ സ്നേഹത്തോട് അവളോട് എന്ത് ചോദിച്ചാലും അവൾ വിട്ടുതരും. ആ ഒരു യാത്രയിലുടനീളം അവനെ പല രീതിയിലും സെഡ്യൂസ് ചെയ്യാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ അവൻ വീഴുന്നുണ്ടായിരുന്നില്ല. പതിയെ പതിയെ അവന്റെ ക്യാരക്ടർ അലിക്ക് ഇഷ്ടപ്പെടാൻ ആരംഭിച്ചു. ആ ഒരു ദിവസം വലുതായിട്ടൊന്നും നടന്നില്ല. പിറ്റേന്ന് ദിയ വരും. എന്നാൽ അലിയാകട്ടെ ദിയ ഫോൺ ചെയ്തപ്പോൾ അവളോട് പറയുന്നുണ്ട്, ഇന്ന് ക്യാമ്പ് ഫെയറും മറ്റുമുണ്ട്, അവൻ എന്റെ വലയിൽ വീഴാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നാളത്തേക്ക് വരണ്ട, ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന്. ചിലപ്പം മിക്കവാറും നാളെ അവൻ എന്റെ വലയിൽ വീഴും. എന്നാൽ ഇത് കേട്ടപ്പോൾ ആദ്യം ദിയക്ക് ചിരി വന്നെങ്കിലും അവൾക്കൊരു ടെൻഷനും തോന്നാൻ തുടങ്ങി. ഇനിയെങ്ങാനും കുനാല് താൻ വിചാരിക്കുന്ന പോലെ കൺട്രോൾ ഇല്ലാതെ അലിയുടെ വലയിൽ വീഴുമോ എന്ന്. ദിയ തൽക്കാലം കുനാലിനോട് പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരുമെന്ന്. അവൻ ഓൾറെഡി ദിയെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്താണെങ്കിലും അന്നത്തെ ദിവസവും അലിയുടെ കൂടെ അവൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങി. എന്നാൽ അവൾക്ക് വേണ്ടിയിട്ട് അവൾ ആഗ്രഹിച്ച പോലെ ആ ഇന്ത്യൻ ഡിഷ് അവൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ തനിക്ക് വേണ്ടി ആ ഫുഡ് ഉണ്ടാക്കിയത് കണ്ട് അവൾക്ക് ശരിക്കും സന്തോഷം തോന്നുന്നു. അവൾക്ക് വേണ്ടി അങ്ങനെയൊന്നും തന്നെ ആരും ചെയ്യാറുണ്ടായിരുന്നില്ല. ദിയ പറഞ്ഞ പ്രകാരം അവനെ സെഡ്യൂസ് ചെയ്യുകയും ഫ്ലേർട്ട് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും പതിയെ പതിയെ അലിയുടെ ഉള്ളിൽ അവനോടൊരു പ്രണയം ഉടലെടുക്കുകയായിരുന്നു. അവൾ അവനെ ഹഗ് ചെയ്യുകയും ഒരുപാട് താങ്ക്സ് പറയുകയും ചെയ്യുന്നു. ആ ഒരു മൊമെന്റില് വണ്ടിയുടെ കൺട്രോൾ പോയി വണ്ടി ഒരു സൈഡിലേക്ക് പോയി വീഴുകയും ചെയ്തു. അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഇവർ രണ്ടുപേരും ലിഫ്റ്റ് ചോദിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ആ ബീച്ച് സൈഡിൽ എത്തിക്കഴിഞ്ഞതും അലി വെള്ളത്തിലേക്ക് ഇറങ്ങി. അവൾ ഓരോ മൊമെന്റും ആസ്വദിക്കുകയായിരുന്നു. അതെല്ലാം കുനാല് നോക്കുന്നുണ്ട്. നീ എപ്പോഴും ഇങ്ങനെ ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എൻജോയ് ചെയ്താണോ ഇരിക്കാറുള്ളതെന്ന് അവൻ ചോദിച്ചപ്പോൾ താൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അവള് പറയുന്നു. അവള് ക്രേസി ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലേക്കും അവനെ അവൾ വലിച്ചിടുന്നു. ആ സമയം എല്ലാം തന്നെ കുനാല് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ദിയയുടെ കൂടി ഇങ്ങനെയൊന്നും എൻജോയ് ചെയ്യാറില്ലേ എന്ന് അവള് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, പ്രണയിച്ചു തുടങ്ങിയ കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, പിന്നീട് ഇത്രയധികം എക്സൈറ്റ്മെന്റും എൻജോയ്മെന്റും ഒന്നും തന്നെ ഞങ്ങൾക്കിടയിലില്ല, പക്ഷെ ആ സ്നേഹം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. ഞങ്ങൾക്കിടയിൽ പരസ്പരമുള്ള ആ സന്തോഷവും സ്നേഹവും എല്ലാം തന്നെ പാസ്റ്റിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത മൊമെന്റിൽ നിന്നുള്ളതാണ്. ഇപ്പൊ പഴയ പോലെ എൻജോയ് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ പഴയ പോലെ കുട്ടികളല്ലാത്തതുകൊണ്ടാ. ഇപ്പൊ അഡൾട്ട്സ് ആയി മാറി. അതിന്റേതായ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ജീവിതം എൻജോയ് ചെയ്യുന്നതിനോ ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒരു ഏജ് ലിമിറ്റും ഇല്ലാന്നും നിനക്ക് എപ്പോ എന്തു തോന്നുന്നോ ആ രീതിയിൽ വേണം ലൈഫ് ജീവിക്കാനെന്നും അവള് പറയുന്നു. ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്തും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുമൊക്കെ ഒരുപാട് വറീഡ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റും എൻജോയ്മെന്റും ഉണ്ടാകില്ല. അവൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ ആരംഭിച്ചു. അവൾക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് പലരും ലൈഫിൽ വന്നു പോയിട്ടുണ്ട്, എന്നാൽ ആരും സ്ഥിരമായിട്ട് നിന്നിട്ടില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ എനിക്കും ചിലരെയൊക്കെ മടുത്തിട്ടുണ്ട്. ഞാനും അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സീരിയസ് ആയിട്ടൊരു ലവില് ഞാൻ പോയി പെടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ പ്രണയിക്കുമെന്നും അവള് പറയുന്നു. ആ ഒരു മൊമെന്റില് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ അങ്ങനെ നിന്റെ മൈൻഡില് ആരെങ്കിലും ഉണ്ടോ എന്ന്, നിന്റെ ലൈഫിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റിയ ആരെങ്കിലും? അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ ആകെ വല്ലാതെയായി. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അവൾക്ക് തന്നെ കിട്ടിയ പോലെ തോന്നി. ഇപ്പോൾ അവളുടെ മനസ്സിൽ ശരിക്കുമുള്ള പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു, അതും കുനാലിനോട്. അതിനുത്തരമെന്നുള്ള രീതിയിൽ പതിയെ അവന്റെ കൈ പിടിച്ച് അവൾ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ അവൾ ഉറക്കമുണരുമ്പോൾ അവളുടെ ശരീരത്തിൽ ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. ദിയുടെ കോള് വരുന്നു, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. എന്തായി, എന്തെങ്കിലും നടന്നുവെന്ന് അവൾ ചോദിച്ചപ്പോൾ അലി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അവൾക്ക് സംസാരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ എന്തായാലും വാ, വന്നിട്ട് സംസാരിക്കാമെന്ന് അലി പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് പുറത്തിരിക്കുകയായിരുന്നു. കുനാൽ അവൾക്കൊരു കോഫി കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, തലേന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ നീ മറന്നേരെ. കാരണം നമ്മൾ രണ്ടുപേരും അഡൾട്ട്സ് ആണ്. ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് അതൊന്നും മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യമില്ല. അവളും ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. അവർക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അലി വല്ലാത്ത രീതിയിൽ സംസാരിച്ചത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകെ ടെൻഷനായിട്ടാണ് ദിയ അവിടേക്ക് വരുന്നത്. എന്നാൽ അലി പറയുന്നുണ്ട്, നീ ചിന്തിക്കുന്ന പോലെ ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. അവൻ പെർഫെക്റ്റ് ആണ്. ഞാൻ എത്രയൊക്കെ സെഡ്യൂസ് ചെയ്തിട്ടും അവൻ വീണിട്ടില്ല, ഒന്നും നടന്നിട്ടുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് അവള് പറയുന്നു. അത് കേട്ടപ്പോഴാണ് ദിയയ്ക്ക് ശരിക്കും ആശ്വാസം തോന്നിയത്. പിന്നീട് അവര് മൂന്നുപേരും ഒരുമിച്ച് ആ സ്ഥലങ്ങളൊക്കെ കാണുന്നു. അലിയുടെ കണ്ണ് കുനാലിൽ തന്നെയായിരുന്നു. ദിയയും കുനാലും ക്ലോസ് ആയിട്ടിരിക്കുന്ന മൊമെന്റ്സ് ഒന്നും തന്നെ അലിക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവളുടെ മനസ്സിൽ കുനാലിനോട് ശരിക്കുള്ള പ്രണയം ആരംഭിച്ചിരിക്കുന്നു. ആ സമയം അവിടെ ചർച്ചിൽ ഒരു വെഡിങ് നടക്കുന്നുണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ആ ഒരു പ്ലേസിലേക്ക് വന്ന് ദിയ കുനാലിനെ പ്രപ്പോസ് ചെയ്യുന്നു. കുനാൽ അത് അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് കണ്ട് ശരിക്കും അലിക്ക് സങ്കടം തോന്നുന്നുണ്ട്. വിവാഹത്തിന് വേണ്ടിയിട്ട് ദിയ പ്രപ്പോസ് ചെയ്ത സ്ഥിതിക്ക് ഉടനെ തന്നെ കുനാലിന്റെ ദിയയുടെയും വെഡിങ് ഉണ്ടാകും. കല്യാണത്തിനൊന്നും ഞാൻ വരില്ല, എനിക്ക് പൊതുവെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതൊന്നും ഇഷ്ടമല്ലാന്ന് അലി അവരോട് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള നിങ്ങളുടെ പാർട്ടിക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ, അതിനെന്തായാലും ഞാൻ വരാമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് യാത്ര പറഞ്ഞ് അവർ പിരിഞ്ഞു. കുനാലും ദിയയും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തി. പിന്നീട് കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നതാണ്. വരില്ല എന്ന് പറഞ്ഞിട്ടും സർപ്രൈസ് ആയിട്ട് അലി ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരുന്നു. ദിയയുടെ സൈഡിൽ നിന്നുള്ള ബ്രൈഡ്സ് മെയ്ഡ്സിന്റെ കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്ന് അലി പറയുന്നുണ്ട്. കുനാലിന്റെ ദിയയുടെ കൂടെ അവരുടെ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു അലിയും താമസിക്കുന്നത്. അവൾക്ക് രാത്രിയിൽ ഇടാൻ വേണ്ടിയിട്ട് ദിയ ഒരു ഡ്രസ്സ് കൊണ്ട് കൊടുത്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ആരോ ഉറങ്ങുന്നതെന്ന് അലി പറയുന്നു. ഞാൻ ഡ്രസ്സ് ഇല്ലാതെയാണ് ഉറങ്ങുന്നത്, ആ സമയം കിട്ടുന്ന സുഖം മറ്റൊന്നാണ്, നിങ്ങളും ട്രൈ ചെയ്തു നോക്കാൻ ദിയയോടും കുനാലിനോടും അവള് പറയുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയായിരുന്നു. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചിന്തിച്ച്. എന്നാൽ അലി ആശ്ചര്യത്തോട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ലേ എന്ന്. അപ്പോൾ നിങ്ങൾ സെക്സിന് ശേഷവും ഡ്രസ്സ് ഇട്ട ശേഷമാണ് പിന്നീട് ഉറങ്ങുന്നത്, അതേന്ന് ദിയ പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഡ്രസ്സ് ഇല്ലാതൊന്ന് ഉറങ്ങി നോക്കാനാണ് അലി പറയുന്നത്. തനിക്ക് ഡ്രസ്സൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അലി മുകളിലേക്ക് ഉറങ്ങാൻ പോയി. അലി പറഞ്ഞ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അന്ന് രാത്രി ഡ്രസ്സ് ഇല്ലാതെ കിടക്കാൻ കുനാല് ദിയയ്ക്ക് അരികിലേക്ക് എത്തി. മനസ്സില്ലാ മനസ്സോടെ ദിയയും ട്രൈ ചെയ്തു നോക്കി. എന്നാൽ അവൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവള് പറയുന്നുണ്ട്, ഇതൊന്നും വർക്കൗട്ട് ആകില്ല, ഞാൻ ഡ്രസ്സ് ഇടുകയാണെന്ന്. അവള് ഡ്രസ്സ് ഇടുന്നത് കണ്ടതും കുനാലും ഡ്രസ്സ് എടുത്തിട്ടു. ഇടയ്ക്ക് രാത്രിയിൽ അവന് വിശന്നപ്പോൾ അവൻ താഴേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ ഇറങ്ങി വരുന്നു. എന്നാൽ ആ സമയം കിച്ചണിലേക്ക് അലിയും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണോ ഉറങ്ങിക്കിടന്നത് അതേ രീതിയിൽ തന്നെ, ഡ്രസ് ഒന്നുമില്ലാതെ. കുനാല് ഫ്രിഡ്ജിന്റെ അടുത്ത് നിൽക്കുന്നത് അവള് കണ്ടിട്ടും അവൾ അങ്ങനെ തന്നെ ബാക്കിൽ നിന്നു. എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കിയതും പെട്ടെന്ന് അവനെ കണ്ട പോലെ തന്റെ രണ്ട് കൈയും ചെസ്റ്റിലേക്ക് എടുത്ത് വെക്കുന്നു. അവളെ കണ്ട് അവനും നിലവിളിക്കുന്നുണ്ട്, അവളും നിലവിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ അവളെ നോക്കാതെ തന്റെ ചെസ്റ്റും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി. ഇത് കണ്ട് അവള് ചിരിച്ചുകൊണ്ട് മുകളിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു. ഞാൻ ചെസ്റ്റിൽ കൈവച്ചത് ഓക്കെ, പക്ഷെ നീ എന്തിനാ അങ്ങനെ വെച്ചുകൊണ്ട് ഓടിയെന്ന് അവള് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ അവനും ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും ആ ഒരു മൊമെന്റ് ആലോചിച്ച് ചിരിക്കുകയായിരുന്നു. അവള് പറയുന്നുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ എന്റെ വീടാണെന്ന് കരുതി താഴേക്ക് ഇറങ്ങി വന്ന് പോയതാണെന്ന്. അതൊന്നും സാരമില്ലാന്ന് അവനും പറയുന്നു. പിറ്റേന്ന് രാവിലെയും ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി അത് ആലോചിച്ചിരിക്കുന്നു. എന്നാൽ ദിയ കാര്യം അന്വേഷിക്കുന്നു. അലി കാര്യം പറഞ്ഞതും ദിയയ്ക്കൊരു വല്ലായ്മ തോന്നി. അവൾ ചിരിക്കുന്നുണ്ടെങ്കിലും അലിയെ അങ്ങനൊരു സ്റ്റേജില് കുനാല് കണ്ടല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ദിയയ്ക്ക്. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം തലേന്ന് രാത്രി ട്രൈ ചെയ്ത് നോക്കിയോന്ന് അലി ചോദിക്കുന്നു. ഞങ്ങൾക്കത് പറ്റില്ല എന്ന് ദിയ പറഞ്ഞതും ആദ്യം ഡ്രസ്സില്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയത് ദിയയ്ക്കായിരിക്കും അല്ലേന്ന് അലി ചോദിക്കുന്നു. അവള് പറ്റില്ല എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ കുനാലും അനുസരിച്ചിട്ടുണ്ടാകും. അതെന്താ നീ അങ്ങനെ പറയുന്നെന്ന് ചോദിച്ചപ്പോൾ അലി പറയുന്നുണ്ട്, പല കാര്യങ്ങളും നിന്നോട് നോ പറയാൻ പറ്റാത്തോണ്ട് നിന്നെ പേടിച്ച് അനുസരിക്കുകയാണ് കുനാല് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയൊന്നും അല്ലാന്ന് ദിയ പറയുന്നു. പതിയെ പതിയെ ദിയയുടെ മനസ്സിലും തോന്നാൻ തുടങ്ങി ഇവർക്കിടയിലേക്ക് അലി വരികയാണോ എന്നും അലിക്ക് കുനാലിനോട് എന്തെങ്കിലും ഫീലിംഗ്സ് ഉണ്ടോ എന്നൊക്കെ. എന്നാൽ ചില മൊമെന്റ്സിൽ താൻ തെറ്റിദ്ധരിക്കുകയാണെന്നും അവൾക്ക് തോന്നി. വെഡ്ഡിങ്ങിനുള്ള പല കാര്യങ്ങളും ദിയ തീരുമാനിക്കുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് പോലും അവൾക്ക് ചേരുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി. പക്ഷെ അവരാരും അത് അവളോട് തുറന്നു പറയുന്നില്ല. എന്നാൽ ഇത് മനസ്സിലാക്കി അലി ആകട്ടെ അവൾക്ക് പറ്റിയ നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. അലി സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് പതിയെ പതിയെ ദിയ മനസ്സിലാക്കി തുടങ്ങി. ദിയ പലതും ആലോചിച്ചും പ്ലാൻ ചെയ്തും കൺഫ്യൂസ്ഡ് ആയിട്ടും ചെയ്യുന്നത് അലി നിമിഷങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തന്നെക്കായാലും എന്തുകൊണ്ടും പല കാര്യങ്ങളിലും പെർഫെക്റ്റ് ആണ് അലി എന്ന് ദിയെ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേന്ന് രാത്രിയാകട്ടെ അലി കുനാലിന് മെസ്സേജ് അയക്കുന്നു. നീ ഉറങ്ങിയോന്ന് ചോദിച്ച്. അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. രണ്ടുപേരും ബാൽക്കണിയിൽ വന്നെന്ന് സംസാരിക്കുന്നു. ശരിക്കും ദിയ നിന്നെ പ്രപ്പോസ് ചെയ്തതുകൊണ്ടല്ലേ നീ ഈ വെഡിങ്ങിന് സമ്മതിച്ചത്? നീയായിട്ട് അവളെ എപ്പോഴെങ്കിലും പ്രപ്പോസ് ചെയ്യുമായിരുന്നു എന്ന് അവനോട് ചോദിച്ചതും അതിനുള്ള ചാൻസ് കുറവായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ഈ വെഡിങ് പ്ലാൻ ചെയ്തതും ഇതിന്റെ ഡെക്കറേഷൻസും ഫുഡ് മെനു എല്ലാം തന്നെ ദിയയുടെ ഐഡിയ ആണ്. നീ എല്ലാത്തിനും അവള് പറയുന്നതിന് ഓക്കെ പറയുന്നു മാത്രം. ശരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ കാശ് ചെലവാക്കി ഒരു വെഡിങ് നടത്തേണ്ട കാര്യം? എന്റെ മനസ്സിലുള്ള വെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫാമിലിയെ കൂട്ടിക്കൊണ്ടുപോയി ഒരു രജിസ്റ്റർ മാരേജ് നടത്തണം. അതിനുശേഷം ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ചെറിയ പാർട്ടി. പിന്നീട് കുറച്ച് മാസത്തേക്ക് ഞാനും എന്റെ ഹസ്ബൻഡും പല നാട്ടിലേക്കും ട്രാവൽ ചെയ്യും. ലൈഫ് എൻജോയ് ചെയ്യും. അതാണ് എന്റെ മനസ്സിലുള്ള വെഡിങ്. വെറുതെ ഇത്രയധികം ഫംഗ്ഷൻസ് ഒക്കെ നടത്തി കാശ് കളയാൻ നിൽക്കില്ല. അവള് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് താനും അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് കുനാലിന് മനസ്സിലാകാൻ തുടങ്ങി. ദിയ പ്ലാൻ ചെയ്ത പോലുള്ള വെഡിങ് ആണോ ഞാൻ പറഞ്ഞ വെഡിങ് ആണോ നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞപ്പോൾ കുനാലും പറയുന്നുണ്ട് നിന്റെ ടൈപ്പ് ഓഫ് വെഡിങ് ആണ് എനിക്കും ഇഷ്ടപ്പെട്ടതെന്ന്. അലി പറയുന്നുണ്ട് നിന്റെ ക്യാരക്ടർ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. നിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് നീ പറയും. കൂടുതൽ പ്ലാൻ ചെയ്യാറില്ല. എന്ത് ചെയ്യാൻ തോന്നുന്നു അത് നീ ചെയ്യും. പക്ഷെ ദിയ എല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ കുനാലും അലിയും ഏകദേശം ഒരേ ക്യാരക്ടർ ആയിരുന്നു. തന്നെ പോലെ തന്നെയാണ് പല കാര്യങ്ങളും അവനും ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു മൊമെന്റിൽ അലി തന്റെ മനസ്സിലെ ഇഷ്ടം അവനോട് പറയുന്നു. ഐ ലവ് യു എന്ന് അവനോട് പറഞ്ഞതും അവൻ ശരിക്കും ഞെട്ടിത്തടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. ഉള്ളിലുള്ള ഈ ഫീലിംഗ്സ് നിന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിക്കും എനിക്ക് ശ്വാസം മുട്ടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറഞ്ഞത്. ഞാനിത് പറഞ്ഞിട്ടും നീ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് നീ പ്രണയത്തിൽ വിശ്വസിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്? നിന്നെ കാണുന്നിടം വരെ എനിക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് യഥാർത്ഥ ലവിന്റെ ഫീലിംഗ്സും അറിയില്ലായിരുന്നു. പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞ് നിന്നോട് തോന്നിയ ഫീലിംഗ്സ് റിയൽ ലവ് ആണെന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറഞ്ഞത്. നിന്റെ ലൈഫില് നീ എന്നെ കാണുന്നതിന് മുന്നേ ദിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നേനെ. അത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. അവനും ആകെ വല്ലാതായി. പിറ്റേന്ന് അവർ പരസ്പരം കാണുമ്പോഴെല്ലാം തന്നെ തലേന്ന് അവൾ സംസാരിച്ച കാര്യങ്ങളായിരുന്നു രണ്ടുപേരുടെയും മനസ്സില്. കല്യാണത്തിന് മുന്നുള്ള പാർട്ടിയെ പറ്റിയായിരുന്നു ദിയ അവിടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഫ്രണ്ട്സിനൊക്കെ ദിയ പറയുന്ന പാർട്ടി ഐഡിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവളോട് നോ എങ്ങനെ പറയുന്നു കരുതിയിട്ട് ആരും അതിനെ റിയാക്ട് ചെയ്യാതിരിക്കുകയായിരുന്നു. എന്നാൽ അലി റിയാക്ട് ചെയ്യുന്നു. അത് നല്ല ബോർ പാർട്ടിയാണെന്നും ഈ ഐഡിയ കൊള്ളില്ല, ഇത് ദിയയുടെ ഐഡിയ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇവളുടെ ഐഡിയ തന്നെയാണ്, നീ തന്നെ വേറെ നല്ല ഐഡിയ പറ, ഇത് കൊള്ളില്ല. അലി തുടക്കമിട്ടത് കൊണ്ടാണ് ദിയയുടെ ഫ്രണ്ട്സും അതിനെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അത് കണ്ടപ്പോൾ ദിയയ്ക്ക് ശരിക്കും വിഷമം വരാൻ തോന്നി. എന്നാൽ അവൾ സങ്കടപ്പെടുന്ന കണ്ടിട്ട് പെട്ടെന്ന് കുനാല് പറയുന്നുണ്ട് ഇതൊന്നും ദിയയുടെ ഐഡിയ ആയിരുന്നില്ല, എന്റെ ഐഡിയ ആയിരുന്നു. ഈ പാർട്ടി വേണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പാർട്ടി പ്ലാൻ ചെയ്യാം. അലിയുടെ ഐഡിയസ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വിവാഹത്തിനു മുൻപ് കുനാലിന്റേതായ ഒരു ബാച്ചിലർ പാർട്ടിയും ദിയയുടേതായ മറ്റൊരു ബാച്ചിലർ പാർട്ടിയും ഉണ്ടായിരുന്നു. കുനാലിന്റെ പാർട്ടിയിലേക്ക് അവനൊരു വൈൻ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലി പോകുന്നുണ്ട്. നീ ഇന്നലെ പെട്ടെന്ന് ഐ ലവ് യു പറഞ്ഞു. പക്ഷെ നിനക്ക് എന്നോട് പ്രണയമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരുമിച്ചുള്ളപ്പോഴെല്ലാം തന്നെ നിന്റെ മനസ്സിൽ സങ്കടം തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന്. എന്നാൽ എനിക്കതിൽ സങ്കടം ഉണ്ടെന്നും പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നതെന്നും അവള് പറയുന്നു. ഞാൻ നിന്നെ പ്രണയിക്കുന്നു തുറന്നു പറഞ്ഞു. പക്ഷെ നിന്റെ മനസ്സിൽ എന്നോട് ഫീലിംഗ്സ് ഉണ്ടെന്ന് നീ ഒരു പ്രാവശ്യം പോലും തുറന്നു പറഞ്ഞിട്ടില്ല. ആ ഒരു മൊമെന്റിൽ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ബാക്കില് പാർട്ടി നടത്തുന്ന ആൾക്കാരുടെ ബഹളം എല്ലാം കാരണം ആ മൊമെന്റ് ഇല്ലാതായി. അവന്റെ മനസ്സിൽ അവളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് പോലും അവൾക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ അവൾ വിശ്വസിച്ചത് അവന്റെ മനസ്സിലും അതേ ഇഷ്ടമുണ്ടെന്നാണ്. കുറച്ചു കഴിഞ്ഞ് അവൾ തിരിച്ച് ദിയയുടെ പാർട്ടിയിലേക്ക് വരുന്നു. ദിയകിട്ട് ആ സമയം എന്തൊക്കെയോ ആലോചിച്ച് കുനാലിനെ കോൾ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ അലി പറയുന്നുണ്ട് ഫോണൊക്കെ മാറ്റിവെക്ക്, അത് എന്റെ കയ്യിലെത്താ, പാർട്ടി എൻജോയ് ചെയ്യാൻ. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അലി തന്റെ പേഴ്സിലിട്ടു. എന്നിട്ട് പാർട്ടിയിലേക്ക് ദിയെ കൊണ്ടുപോയി. പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഫോണിന്റെ കാര്യം ദിയ മറന്നു. അവൾ ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോയി. ദിയെ കുറെ തവണ കുനാല് വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കാത്തത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുനാല്. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ദിയെ അവൻ വിളിച്ചത്. അവളെ കിട്ടാത്തത് കാരണം അലിയെ വിളിക്കുന്നു. അലി വന്ന് അവനെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. ദിയ ആ ടൈമിലും അവന്റെ മനസ്സിൽ തന്നോട് ഫീലിംഗ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് ഇനി കല്യാണം നടക്കാൻ 4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു മൊമെന്റില് ഞാൻ ദിയെ വിട്ടിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ പിറകെ പോകുന്നത് എങ്ങനെയാണ്? അത് അവളോട് ചെയ്യുന്ന ചതിയല്ലേ? അവളേക്കാൾ ബെറ്റർ ആണ് നീയെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ കല്യാണം വേണ്ടാന്ന് വെക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ ചോദിച്ചതും ശരിക്കും ഞാൻ അവളേക്കാൾ ബെറ്റർ അല്ലേ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് ഒരിക്കലും അല്ല എന്ന്. അവൻ കൺഫ്യൂസ്ഡ് ആണെന്ന് അവൾക്ക് തോന്നി. കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന കണ്ടതും ദിയയ്ക്ക് ദേഷ്യം വരുന്നു. നീ എന്താ എന്നെ വിളിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഫോൺ എന്റെ കയ്യിലായിരുന്നു, അതുകൊണ്ടാണ് കുനാൽ എന്നെ വിളിച്ചതെന്ന് അലി പറയുന്നു. പക്ഷേ ദിയ വീണ്ടും അലിയോട് ദേഷ്യപ്പെടുകയായിരുന്നു. എന്റെ ഫോണിൽ മിസ് കോൾ കണ്ട സ്ഥിതിക്ക് നീ എനിക്ക് ഫോൺ തരണമായിരുന്നു, അല്ലെങ്കിൽ അവൻ നിന്നെ പിക്ക് ചെയ്യാൻ വിളിച്ച കാര്യം എന്നോട് പറയണമായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് ദിയ അലിയോട് ദേഷ്യപ്പെടുന്ന കണ്ട് കുനാല് പറയുന്നുണ്ട് നീ എന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത്? നിന്നെ കിട്ടാത്തതുകൊണ്ട് അവളെ വിളിച്ചു, അവൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നു, അത്രയുള്ളൂ. അവൻ അങ്ങനെ പറഞ്ഞതും ദിയയും ആകെ വല്ലാതെയായി. അവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന് അവൾക്കും തോന്നാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ദിയയാകട്ടെ ഇതിനെപ്പറ്റി അലിയോട് സംസാരിക്കുന്നു. അവൻ നിന്നെ പല കാര്യത്തിൽ റിജക്ട് ചെയ്തപ്പോൾ നിന്റെ ഈഗോ ഇത്ര ഹേർട്ട് ആവുകയും നീ അവനെ എന്നിൽ നിന്ന് അകറ്റുന്ന
എന്ന രീതിയിൽ പെരുമാറുന്ന അവസ്ഥയിൽ എത്തുമെന്നൊക്കെ ഞാൻ കരുതിയതേയില്ല. എന്താ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവള് ചോദിച്ചതും അലി പറയുന്നുണ്ട്, എനിക്കൊന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട്. അത് ഞാൻ അവനോട് തുറന്നു പറയുകയും ചെയ്തു. പക്ഷെ അവൻ നിന്നോടത് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവനോട് എന്താ പറഞ്ഞത്, അവൻ എന്താ റിപ്ലൈ തന്നത് എന്നൊക്കെ നീ അവനോട് പോയി ചോദിച്ചാ മതി. ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ ദിയ. കല്യാണം വരെ എന്തായാലും സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ അവൻ നിന്നെ തന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നീ അവനെ വിവാഹം കഴിച്ചു. പക്ഷെ താലി കെട്ടുന്ന സമയത്തിന് മുന്നേ അവൻ എന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവൻ എന്റേതായി മാറും. നീ വിചാരിക്കുന്ന പോലെ അന്ന് രാത്രി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ കരുതണ്ടെന്നും പലവും സംഭവിച്ചുവെന്നും അലിയാകിട്ട് ദിയോട് പറയുന്നു. ദിയക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ അവനോട് പ്രണയം തുറന്നു പറഞ്ഞു. പക്ഷെ ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാ നീ ഇങ്ങോട്ട് വന്നതെന്ന് നീ അവനോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അലി ഒന്നും മിണ്ടുന്നില്ല. അവന്റെ മുന്നിൽ നീ മോശക്കാരിയാകുന്നത് നിനക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നീ അതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഇത് കേട്ട് അലി തിരിച്ചു പറയുന്നുണ്ട്, നീയും പല കാര്യങ്ങളും അവനിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ലേ? ഇറ്റലിയിൽ വെച്ചിട്ട് അവന്റെ കൂടെ ഫ്ലേർട്ട് ചെയ്യാനും അവനെ സെഡ്യൂസ് ചെയ്യാനും പറഞ്ഞത് നീയല്ലേ? ആ കാര്യം നീ അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അവൻ അതറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ദിയ അത് കേട്ടപ്പോൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയി. അപ്പോഴേക്കും കുനാൽ എഴുന്നേറ്റ് വരുന്നു. തലേന്നത്തെ ഹാങ് ഓവർ അവനുണ്ടായിരുന്നു. ഹാങ് ഓവർ മാറാനുള്ള ഡ്രിങ്ക് താൻ ഉണ്ടാക്കാമെന്ന് ദിയ പറഞ്ഞതും ഓൾറെഡി അത് അലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അത് നിർബന്ധിച്ച് കുനാലിന് കൊടുക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് അവനെ കെയർ ചെയ്യുകയായിരുന്നു. അതൊരു മത്സരമായി മാറി. എന്നാൽ അലി അവസാനം പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങാൻ ഇവന്റെ കൂടെ ഇന്ന് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർപ്രൈസാ, അതുകൊണ്ട് എന്തായാലും നിനക്ക് വരാൻ പറ്റില്ല. അങ്ങനെ അലി കുനാലിനെയും കൂട്ടി ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നു. ശരിക്കും വിവാഹത്തിനുള്ള മംഗൾസൂത്രം വാങ്ങാനായിരുന്നു അവർ പോയത്. എന്നാൽ ഇതിങ്ങനെ നോക്കാതെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് അലി പറയുന്നുണ്ട്. അവൾ അത് കഴുത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ഇട്ടുതരാൻ അവനോട് പറഞ്ഞു. അവനൊന്നും ചിന്തിക്കാതെ അത് ഇട്ടുകൊടുക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് താലിയാണല്ലോ, ഒരിക്കലും അവളുടെ കഴുത്തിൽ അങ്ങനെ ഇട്ടുകൊടുക്കാൻ പാടില്ലെന്ന്. പെട്ടെന്ന് അവൻ മാറി. വിവാഹത്തിന് മുന്നേയുള്ള ദിവസങ്ങളിലെല്ലാം കുനാല് വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് കാരണം അച്ഛനും അമ്മയും പെർഫെക്റ്റ് കപ്പിളല്ലേ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ അവൻ തന്റെ അച്ഛനോട് ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അവന്റെ അവസ്ഥ എന്താണെന്ന് അവന്റെ അച്ഛന് മനസ്സിലായി. വിവാഹത്തിനോട് അടുക്കുമ്പോൾ ഇങ്ങനെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകും, അതൊന്നും കാര്യമാക്കണ്ട. പിറ്റേന്ന് അവരെല്ലാവരും വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരുമിച്ച് പോവുകയായിരുന്നു. ബസ്സിൽ വെച്ചിട്ട് അലി ഒരു മത്സരം സംഘടിപ്പിക്കുന്നു. പെണ്ണും പയ്യനും പരസ്പരം എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവർ രണ്ടുപേരോടും ഓരോ ക്വസ്റ്റ്യൻസ് അലി ചോദിക്കുന്നുണ്ട്. കുനാലിന് ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ്, ഇഷ്ടപ്പെട്ട നിറം ഏതാണ്, ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. എന്നാൽ എല്ലാം തന്നെ ആ ഒരു ടെൻഷനിൽ ദിയ തെറ്റിച്ചാണ് പറയുന്നത്. അതുപോലെ ദിയക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കുനാല് തെറ്റിച്ചാണ് പറയുന്നത്. അവർ പരസ്പരം ആദ്യം കിസ് ചെയ്ത മൊമെന്റ് പോലും ഇവർ തെറ്റിച്ചു പറയുന്നു. അതോടെ അവർക്കും ആകെ സങ്കടം തോന്നാൻ തുടങ്ങി. തങ്ങളുടെ ഇഷ്ടങ്ങൾ പരസ്പരം തങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവരുടെ ഉള്ളിൽ തന്നെ തോന്നാൻ തുടങ്ങി. ബന്ധുക്കാരും ഇത് മനസ്സിലാക്കിയതുകൊണ്ട് തൽക്കാലം ആ ഒരു ഗെയിം അവസാനിപ്പിക്കാമെന്ന് പറയുന്നു. പക്ഷെ ആ ഒരു മൊമെന്റിന് ശേഷം ദിയയുടെ മനസ്സിലും കുനാലിന്റെ മനസ്സിലും പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. തങ്ങൾ ശരിക്കും ഐഡിയൽ കപ്പിൾസ് ആണോ? തങ്ങൾ ശരിക്കും വിവാഹം കഴിക്കണോ? പിന്നീടുള്ള ചടങ്ങുകളിലൊക്കെ അവർ ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവർക്കത് എൻജോയ് ചെയ്യാനേ പറ്റുന്നില്ല. കുനാൽ അലിയോട് സംസാരിക്കുന്നതൊക്കെ ദിയ കാണുമ്പോൾ അവൾക്ക് സങ്കടം തോന്നുന്നു. ശരിക്കും കുനാലും അലിയും തന്നെയല്ലേ പെർഫെക്റ്റ് എന്ന് അവളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. സംഗീതം നടക്കുന്ന സമയത്ത് ഒരുമിച്ച് ഡാൻസ് കളിച്ചെങ്കിലും അവർ തമ്മിൽ ഒരു സിങ്കും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടു നിന്നവർക്കും മനസ്സിലായി അവർ ഒട്ടും ഹാപ്പി അല്ല എന്ന്. അന്ന് മുഴുവൻ ദിയ ആലോചിച്ചു. എന്നിട്ട് അവൾ രാവിലെ കുനാലിനോട് പറയുന്നുണ്ട്, നീ എനിക്ക് സങ്കടമാകുമെന്ന് കരുതിയിട്ട് എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കണ്ട. നിനക്ക് അലിയോട് ഫീലിംഗ്സ് ഉള്ള കാര്യം എനിക്കറിയാം. റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല. നിനക്ക് അലിയാണ് ഇഷ്ടമെങ്കിൽ അവളെ തന്നെ ചൂസ് ചെയ്തോ. ഞാൻ ഒരു പ്രശ്നത്തിനും വരില്ല. നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. എന്നെ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കത്തുമില്ല. നിനക്ക് ശരിക്കും അലിയോട് ഫീലിംഗ്സ് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ കുനാൽ ഇവള് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. എനിക്കെന്താ തോന്നുന്നത്, എനിക്കെന്താ ഫീൽ ചെയ്യുന്നതെന്നെല്ലാം തന്നെ നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ അവിടെ നിന്നും പോയി. അലി അറിയാതെ അവളുടെ പേരൻസിനെ ദിയ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അലി ഇതിനെ തെറ്റിദ്ധരിക്കുന്നു. നീ എന്റെ പേരൻസിനെ വിളിച്ചു വരുത്തി എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ വഴക്കിടുന്നു. എന്നാൽ അവള് കുനാലിനെയും അലിയെയും വിളിച്ചു നിർത്തി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കാൻ താല്പര്യമില്ല. കുനാലിന് നിന്നോട് ഫീലിംഗ്സ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് ദിയ പറയുന്നു. എനിക്കും അത് തന്നെ തോന്നുന്നതെന്ന് അലിയും പറയുന്നു. കുനാലിന്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നീ വിക്ടിം കാർഡൊന്നും കളിക്കേണ്ട കാര്യമില്ലാന്ന് അലി പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് ദിയയ്ക്ക് ദേഷ്യം വരുന്നു. അവൻ എന്നോടുള്ള റെസ്പെക്ട് എന്താണോ അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. എന്നാൽ ഇത് കേട്ട് അലി പറയുന്നുണ്ട്, ഓൾറെഡി അവന്റെ ലവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് ഫ്ലേർട്ട് ചെയ്യാൻ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ അവന്റെ മുന്നിൽ നല്ലവളായിട്ടൊന്നും അഭിനയിക്കണ്ടെന്ന് അലി പറഞ്ഞതും കുനാലും ആകെ ഷോക്കായി. എന്നാൽ അവള് തിരിച്ചു പറയുന്നുണ്ട്, ഞാനങ്ങനെ പറഞ്ഞ ഉടനെ അവന്റെ പിറകെ നടന്ന് അവനെ സെഡ്യൂസ് ചെയ്യുകയും ഫ്ലേർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത് നീ തന്നെയല്ലേ എന്ന് ദിയയും ചോദിച്ചു. എന്നാൽ അലി പറയുന്നുണ്ട്, ആദ്യം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അവനോട് എനിക്ക് തോന്നിയ ഫീലിംഗ്സ് റിയൽ ആയിരുന്നു എന്ന്. പക്ഷേ ഈ രണ്ട് പെൺകുട്ടികളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കിടുമ്പോഴും കുനാലിന്റെ അവസ്ഥ എന്താണെന്ന് അവർ കാണുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും തന്നിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. നിനക്കിനെ അത്രയ്ക്ക് ഡൗട്ട് ആയിരുന്നു എന്ന് കുനാല് ദിയോട് ചോദിച്ചതും ദിയ പറയുന്നുണ്ട്, പല ഇഷ്യൂസും നടക്കുന്നത് കാരണം ഞാൻ വെറുതെ നിന്നെ ഒന്ന് ചെക്ക് ചെയ്തതാണ്, അല്ലാതെ അതിനകത്ത് മറ്റൊരു ഇന്റൻഷനും ഉണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന് അവൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോയി. എന്നാൽ അവൻ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലാന്ന് തോന്നിയിട്ട് അവന്റെ അച്ഛനും കൂടെ കയറിയിരുന്നു. ഇവിടെ ദിയ അലിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പേരൻസിനെ വിളിച്ചത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനല്ല. അവനും നിന്നോട് ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ മാരേജ് നടത്താൻ വേണ്ടിയിട്ടാ ഞാൻ
നിന്റെ പേരൻസിനെ വിളിച്ചത്. ഇപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു പോയിരിക്കുന്നു. ആ ദേഷ്യത്തിൽ അവൻ എന്ത് ചെയ്യുന്നു പോലും എനിക്കറിയില്ല. ആകെ ടെൻഷനായിട്ട് അവൻ എങ്ങോട്ടാ പോയെന്നറിയാതെ അവന്റെ അച്ഛനെ ഇവർ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്റെ അച്ഛൻ വണ്ടിയിലിരുന്ന് അവന്റെ ലൊക്കേഷൻ ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇവർ ആ ലൊക്കേഷനിലേക്ക് എത്തി. കുനാലിന് ദിയയോട് പറയുന്നുണ്ട്, നമുക്കിടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് നീ ബ്രേക്ക് ചെയ്തിട്ടാണ് അവളോട് പറഞ്ഞത് എന്നെ സെഡ്യൂസ് ചെയ്യാൻ. അവളാകട്ടെ അതിന് ഓക്കെയും പറഞ്ഞിരിക്കുന്നു. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. എനിക്ക് ആരോട് ഫീലിംഗ്സ് ഉണ്ടെന്ന് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? നീ വിചാരിക്കുന്നത് റെസ്പോൺസിബിലിറ്റീസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതെന്നാണ്. എനിക്ക് നിന്റെ മുകളിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് ഞാൻ തീർത്തെങ്കിലേ പറ്റൂ. അത് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്. അലി പറയുന്നത് പോലെ ലൈഫിൽ എപ്പോഴും എക്സൈറ്റ്മെന്റും എൻജോയ്മെന്റും ഒക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ അലിയോട് തോന്നുന്ന ആ ഒരു എൻജോയ്മെന്റ് എക്സൈറ്റ്മെന്റും ഒക്കെ 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇല്ലാതെയാകാം. അപ്പൊ പിന്നെ നമ്മൾ പിരിയേണ്ടി വരും. പക്ഷെ എനിക്ക് ദിയയോട് ഓൾറെഡി ഇതെല്ലാം തോന്നിയതാണ്. എന്നാൽ അതിനുശേഷവും ഞാൻ അവളുടെ കൂടെ ഇത്രയും വർഷം ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാലവും രണ്ടുപേർ ഒരുപോലെ ഇരിക്കില്ല. ലൈഫിൽ ഓരോ കാലങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ അവർക്കിടയിലുള്ള സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാകും. എന്നാൽ ചുറ്റുമുള്ള പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും ഉണ്ടെങ്കിലും അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത മൊമെന്റ്സും ആ ഹാപ്പിനെസ്സും എല്ലാം എന്നും ആ ലൈഫിൽ നിലനിൽക്കും. എന്റെ സമാധാനവും എന്റെ കംഫോർട്ട് സോണും എല്ലാം തന്നെ ദിയയാണ്. ഇത്രയും വർഷങ്ങളായിട്ടും അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അലി പറഞ്ഞത്, ചിലപ്പോൾ ഞാൻ ദിയെ കാണുന്നതിന് മുന്നേ അലിയെ കണ്ടിരുന്നെങ്കിൽ അവളെ സ്നേഹിച്ചേനെ, അവളുടെ കൂടെ ജീവിച്ചേനെ എന്നൊക്കെയാണ്. പക്ഷെ എന്റെ ലൈഫിൽ ഓൾറെഡി ദിയുണ്ട്. അവിടെ ചിലപ്പോൾ എന്നൊരു ക്വസ്റ്റിന് അർത്ഥമേ ഇല്ല. ജന്മവും അടുത്ത ജന്മങ്ങളിലും എല്ലാം തന്നെ ദിയ തന്നെയായിരിക്കും എന്റെ പങ്കാളി. നീ പറഞ്ഞപ്പോഴുള്ള വെഡിങ് എനിക്ക് ഇഷ്ടമാണ്. ദിയയുടെ രീതിയിലുള്ള വെഡിങ് ഞാൻ അവൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം ആ വെഡിങ് എന്ന് പറയുന്നത് ഒരു 4 ദിവസം കൊണ്ട് കഴിയും. പക്ഷെ അതിനുശേഷമുള്ള ബന്ധമാണ് ലൈഫ് ലോങ് നിലനിൽക്കേണ്ടത്. ദിയയുമായിട്ടുള്ള ബന്ധത്തില് അവൻ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒട്ടും സംശയമില്ലാതെ ആ ഒരു മൊമെന്റില് കുനാൽ ദിയെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. വർഷങ്ങളോളം അവൻ പ്രണയിച്ചുകൊണ്ടിരുന്ന അതേ പെൺകുട്ടിയെ തന്നെ. അത് കണ്ടപ്പോൾ കുറച്ച് സങ്കടം തോന്നിയെങ്കിലും അലി അവനോടും അവളോടും പറയുന്നുണ്ട്, ഈ ജന്മം അവൻ നിന്റേതായിരിക്കാം, പക്ഷെ അടുത്ത ജന്മത്തില് ഞാൻ അവനെ നേടിയെടുക്കുമെന്ന്. എന്നാൽ ദിയ തിരിച്ചു പറയുന്നത്, ഇനിയുള്ള ജന്മങ്ങളിലും അവൻ എന്റേത് തന്നെയായിരിക്കുമെന്ന്. സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി അവരുടെ വിവാഹത്തില് സന്തോഷത്തോടെ പങ്കെടുക്കാനായിരുന്നു അലി ആഗ്രഹിച്ചത്. അന്നത്തെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് നീ എന്നോട് ചോദിക്കരുതെന്നും അതെല്ലാം വിട്ടിട്ട് നിനക്കെന്നെ സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ നീ സ്വീകരിക്കണമെന്ന് ദിയയോട് കുനാല് പറഞ്ഞതും അവളും അവനെ സ്വീകരിക്കുന്നു. അങ്ങനെ ഇവരുടെ വെഡിങ് നടക്കുന്നു. അതിൽ അലിയും സന്തോഷത്തോടെ പങ്കെടുക്കുന്നു. ആ ഒരു നിമിഷം അന്ന് നൈറ്റ് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഓർക്കുന്നുണ്ട്. അവനെ ബെഡ്റൂമിലേക്ക് അവൾ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവനെ കിസ് ചെയ്യാൻ അവൾ ശ്രമിച്ചെങ്കിലും തനിക്ക് പറ്റില്ല എന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് അവളെ അവിടെ ഒറ്റയ്ക്കാക്കി തിരിച്ചുപോയി. വലിയൊരു റിജക്ഷൻ ആയിരുന്നു അന്ന് രാത്രി അവൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ തലേന്ന് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം നീ മറന്നേക്കാൻ അവൻ പറഞ്ഞതും. റിജക്ഷൻസ് അലിയെ വല്ലാതെ ബാധിക്കും. അതുപോലെ തന്നെ അവളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുകയും ചെയ്യും. അത് ദിയെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കൂടുതൽ സങ്കടമാകുമെന്ന് കുനാലിന് അറിയാവുന്നതുകൊണ്ടാണ് ആ രഹസ്യം അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് കുനാല് കരുതിയത്. അതുകൊണ്ട് അവൻ അന്നത്തെ രാത്രിയെപ്പറ്റി ചോദിക്കരുതെന്നും ദിയോട് പറഞ്ഞത്. ഇവരുടെ വെഡിങ് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് അലിയാകട്ടെ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി നാളെ നിങ്ങൾ പിരിയുകയാണെങ്കിൽ എനിക്ക് അവിടെ ഒരു ചാൻസ് ഇട്ടേക്കണമെന്ന്. അത് കേട്ട് അവർ രണ്ടുപേരും ചിരിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.